നമുക്കറിയാലോ, പൊതുവെ ശാസ്ത്രലോകം അംഗീകരിക്കുന്നത് ബിഗ് ബാങ് എന്ന് പറയുന്ന മഹാവിസ്ഫോടനത്തോടുകൂടെ ലോകം രൂപപ്പെട്ടു എന്നാണ്. ഈ മഹാവിസ്ഫോടനത്തിന്റെ മുന്നേ എന്തായിരുന്നു? ശാസ്ത്രജ്ഞർ മൊത്തം പറയുന്നത് അതേക്കുറിച്ച് ചോദിക്കാൻ പറ്റൂല, കാരണം സ്പേസും ടൈമും രൂപപ്പെടുന്നത് അതിന് ശേഷമാണെന്നാണ്. സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് അത് അങ്ങനെ തന്നെ തെളിയിക്കുന്നുണ്ട്. ആധുനിക കാലത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം, ഭൗതിക ശാസ്ത്രജ്ഞൻ. അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റില്ല നമുക്ക് ഒരാൾ പറയുന്നത്. ദ യൂണിവേഴ്സ് ഇൻ നട്ട്ഷെൽ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 45-ാം പേജ് പരിശോധിക്കും. അദ്ദേഹം പറയുന്നത് ബിഗ് ബാങ്ങോട് കൂടെയാണ് സ്പേസ് ഉണ്ടാവുന്നത്, സ്ഥലം, ടൈം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ ടൈമിലൂടെ ബാക്കിലേക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ള പഠനങ്ങളൊക്കെ വരുന്നത്. ബാക്കിലൂടെ ടൈം ട്രാവൽ, അല്ലെ, ബാക്കിലൂടെ അങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുറെ ബാക്കിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ സ്കൂളിൽ പോകുന്നത് കാണും. അത് സ്വന്തമായി ഇദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, കാലത്തിന്റെ സംക്ഷിപ്ത വിവരണം. അപ്പൊ അതിന്റെ മുന്നേ സമയം പോലും ഇല്ല, അതിന്റെ മുന്നേ സ്പേസ് ഇല്ല. അത്തരം ഒരു സന്ദർഭത്തിൽ പടച്ച റബ്ബ് വിചാരിക്കുകയാണ് ഞാൻ അറിയപ്പെടണം, അതിനൊന്നാമതായി അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. പിന്നെ അതിൽ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഉപഭോക്താക്കളാവുന്ന മനുഷ്യരെ റബ്ബ് പടക്കുന്നു. എന്തിനാ മനുഷ്യരെ പഠിച്ചത്? അള്ളാഹുവിനെ ആരാധിക്കാൻ എന്ന് ഖുർആൻ പറയുന്നു. ഈ ആരാധന എന്നൊക്കെ പറയുമ്പോഴേക്ക് നിസ്കാരം, നോമ്പ് എന്നതിൽ പരിമിതപ്പെടാൻ പറ്റില്ല. ജീവിതത്തിന്റെ ഓരോ നിമിഷവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയാണ്. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ.